ഡോക്ടറെ നമ്മുടെ കഴിഞ്ഞ ഡീകംപ്രഷൻ വീഡിയോയിൽ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഡൗട്ട്സ് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് ഡൗട്ട്, ഒരു 3 ഇയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണ്. ഈ തെറാപ്പി ചെയ്താൽ മാറുമോ? എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും? ഇത് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണോ? 3 വർഷമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ റിപ്പോർട്ട്സ്, എക്സ്റേ, സ്കാനിങ് റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം. അത് കണ്ടാലാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്തുമാത്രം വ്യത്യാസം വരും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എത്ര IPL ചെയ്യണമെന്നുള്ളത്, അതും ഡിപ്പെൻഡ്സ്. നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് വന്നു പോയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. അത് പേഷ്യൻറ്റിനോട് കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഡൗട്ട്, ഒരു ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ ബ്രദറിന് നല്ല നടുവേദനയാണ്. പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ നടുവിന് എന്താണ് പറ്റിയിരിക്കുന്നത്, ഏതെങ്കിലും ലംബാർ ഡിസ്കിന് ഏതെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയിട്ട് പറയാവുന്നതാണ്. ഇതേപോലെയുള്ള ആക്സിഡൻറ്റ് പറ്റുമ്പോൾ പലതരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാവാം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഹിസ്റ്ററികളിൽ ആക്സിഡൻറ്റ് കേസസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ആ കേസിനെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമ്മുടെ നോർമൽ ചിലപ്പോൾ തെറാപ്പി മാത്രം മതിയായിരിക്കും. ചില കേസിൽ ഡീകംപ്രഷൻ വേണ്ടി വരും. ചില കേസിൽ ചെയ്യാൻ പറ്റില്ലാത്ത കേസുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഡോക്ടറെ, അടുത്ത ചോദ്യം, ഡീകംപ്രസിങ് പ്രൊസീജിയർ പെയിൻഫുൾ ആണോ? എനി സൈഡ് എഫക്ട്സ്? നോർമലി ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ട്രീറ്റ്മെൻറ്റ്? നമ്മളിത് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതുവരെ ആർക്കും ഡീകംപ്രഷൻ ചെയ്തുകൊണ്ട് ആർക്കും ഇതുവരെ സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. ഡീകംപ്രഷൻ പ്രോസസ്സ് ഒരിക്കലും ഒരു പെയിൻഫുൾ അല്ല. അത് നമ്മുടെ ഡിപ്പെൻഡ്സ് ഓൺ ദി കണ്ടീഷൻ, അത് പേഷ്യൻ്റ് ഇതനുസരിച്ചാണ്. അത് ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മളൊരു 5 days 7 days ചെയ്യും. അപ് ടു 14 days വരെ ചെയ്യുന്നതുകൊണ്ട് അത് ഡെയിലി ചെയ്യില്ല. അത് പേഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷനും എല്ലാം നോക്കിയിട്ടാണ് അത് ചെയ്യുള്ളൂ. അടുത്ത ചോദ്യം, ഡോക്ടർ ഇൻഷുറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ടെന്ന് ഞാൻ പണ്ടത്തെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. അത് ഇവിടെ നമ്മുടെ കേസിൽ ഞാൻ പറയാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാഷ്ലെസ്സും ഉണ്ട്, റീഇംബേഴ്സ്മെൻറ്റും ഉണ്ട്. അതിലൊരു കാര്യമുണ്ട്, നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇതിനും ബാധകമാണ്. നോർമൽ ഒരു കേസിലൊരു 2 years കഴിഞ്ഞിട്ടുള്ള ഇൻഷുറൻസിലാണെങ്കിൽ അവർ ചില ഇതിൽ ടൈം പീരീഡ് വയ്ക്കും. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇതയച്ചാണെങ്കിൽ അതിന് ടൈം പീരീഡും ഇത് ലോക്കിംഗ് പീരീഡും ഒന്നുമില്ല. അത് ഡിപ്പെൻഡ് നമ്മളെടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി, അവരുടെ പോളിസി കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ഏജൻറ്റിനോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും.